ഹായ് എവരിവൺ, പുതുതായി കുറച്ച് മൂവീസ് OTT റിലീസ് ആയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ബ്ലാസ്റ്റ് എന്ന മൂവിയാണ്. തിയേറ്ററുകളിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഭയങ്കര അടിപൊളി റിവ്യൂസ് വന്ന ഒരു മൂവിയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഒട്ടും ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് യാതൊരുവിധ ഹൈപ്പ് ഇതിനുണ്ടായിരുന്നില്ല. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും മൗത്ത് പബ്ലിസിറ്റി എന്ന കാര്യം റിയൽ ആണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് ഭയങ്കര വലിയ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോയ മൂവിയാണ് ബ്ലാസ്റ്റ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ബ്ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവരെ കണ്ടു നോക്കാം. അടുത്തതായിട്ടുള്ള കപ്പ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇത് എത്ര കാലമായി ഈ പെട്ടിയിൽ കിടക്കണമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. 2024 മറ്റോ പുറത്തിറങ്ങിയ മൂവിയാണ് കപ്പ്. അതിൽ ബേസിൽ ജോസഫിന്റെ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം പുള്ളി ഇപ്പോഴത്തെ സ്ലിം ആയിട്ടുള്ള ആളല്ല. അന്നത്തെ ആ ചബ്ബി ഫേസും ബോഡിയാണ്. അപ്പൊ അത്രയും പഴക്കമുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ ഇപ്പൊ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട് കപ്പ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തായി രാജാ ശിവാജി പറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. ഇത് പ്രധാനമായിട്ട് ഇറക്കിയിട്ടുള്ളത് മറാത്തി, ഹിന്ദി ലാംഗ്വേജസിലാണ് കേട്ടോ. ഈ രണ്ട് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഇന്ന് രാത്രി 12 മണി മുതൽ രാജാ ശിവാജി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായിട്ട് ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൊറർ മൂവിയാണ്. ഒരു യൂട്യൂബറിന്റെ സാധാരണ ഒരു യൂട്യൂബറിന്റെ ഒരു പ്രയത്നത്തിന് എത്രങ്ങാനും മുകളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഒബ്സഷൻ എന്ന് പറഞ്ഞ മൂവി. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3200 കോടിയോ മറ്റോ അത് കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. പ്രൊമോഷൻസും കൂട്ടി ഇതിനാകെ 9.5 കോടി രൂപയോ മറ്റേ ആകെ ചെലവ് വന്നിട്ടുള്ളൂ. പ്രൊമോഷൻസ് കൂട്ടാതെ 6 കോടി സംതിങ്. ആ ഒരു മൂവിയാണ് ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അത് ഭയങ്കര അധികം പ്രശംസ അർഹിക്കുന്ന, കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഒബ്സഷൻ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ്, പോയി കാണാം. അടുത്തതായിട്ട് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. എവറി ഇയർ ആഫ്റ്റർ എന്നാണ് സീരീസിന്റെ പേര്. ഒരുപാടധികം ഫാൻസ് ഉള്ള ഒരു സീരീസും കൂടിയാണ് കേട്ടോ എവറി ഇയർ ആഫ്റ്റർ. പേഴ്സണലി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു സീരീസാണ് എവറി ഇയർ ആഫ്റ്റർ. എന്തായാലും താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ശേഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ ഡെയിൻ ഡേവിസ് ഒക്കെ ഇതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൺ നെക്സ്റ്റിലാണിത് OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, വേണമെങ്കിൽ പോയി കാണാം. സത്യത്തിൽ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോഴും ഒരു അപ്ഡേഷൻ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ജൂൺ അവസാന വാരം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകളെല്ലാം. അത് കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ടും. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് എന്തായാലും OTT റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ, കാരണം OTT റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള മലയാള മൂവിയാണ്. ഇത് സൺ നെക്സ്റ്റിൽ ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തായി മറുവശം എന്ന് പറഞ്ഞ മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിലാണ്. താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ഷി എന്ന് പറയുന്ന സീരീസിന്റെ 3rd പാർട്ടാണ്. സീസൺ 3 ആണ്. ഇത് ആഹാ തമിഴിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. അടുത്തതായി മുത്തശ്ശി എന്ന് പറഞ്ഞ മലയാള മൂവിയാണ്. ഇത് C5ലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT റിലീസ് എന്ന് പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവീസ് ഏതൊക്കെയാണെന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക. പുതിയ OTT റിലീസുകൾക്ക് വേണ്ടിയും സിനിമ അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.